നമസ്കാരം. പമ്പ സരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ എന്ന് എഴുത്തച്ഛൻ എഴുതിയത് ശബരിമലയുടെ താഴേക്കൊഴുകുന്ന പുണ്യനദിയായ പമ്പയെക്കുറിച്ചാണെങ്കിലും കർണാടകത്തിലെ ഹംപിയിലുള്ള പമ്പ സരസിനെ കുറിച്ചാണെങ്കിലും ആ വിശേഷണം ഇനി മാറും. മലയാളികളും കന്നഡിഗരും തമിഴ് മക്കളും കെട്ടും കെട്ടി വന്ന് മുങ്ങുന്ന പമ്പ ഇനി പഴയ രൂപത്തിൽ ആകില്ല. കേന്ദ്ര സർക്കാർ വീണ്ടും സജീവമാക്കുന്ന പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ചർച്ചയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെ ഇരു സംസ്ഥാനങ്ങൾക്കും യോജിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുമാണ്. കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ തന്നെ ഈ പദ്ധതിക്കെതിരെ പരമ്പര പോലെ റിപ്പോർട്ടുകൾ നൽകി തുടങ്ങി. അതോടൊപ്പം കർണാടകത്തിലെ നദീ സംയോജനം നടപ്പാകുന്നതോടെ ഹംപിയിലെ പമ്പ സരസിനും മാറ്റമുണ്ടാകും. ഈ ഘട്ടത്തിൽ എന്താണ് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി എന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. വീണ്ടും ജീവൻ വയ്ക്കുന്ന നദീ സംയോജനം. 1930 സർ CP രാമസ്വാമി അയ്യർ നിർദ്ദേശിച്ച പദ്ധതി എന്ന വിശേഷണത്തോടെയാണ് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന വിഷയത്തിലെ സുപ്രീം കോടതി വിധി ആരംഭിക്കുന്നത്. ആ വിധിക്ക് ശേഷം 2003 തയ്യാറാക്കിയ ഫീസിബിലിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നതും പമ്പയും അച്ചൻകോവിലും കേരളത്തിലെ ഒരു ജില്ലയിൽ ഉണ്ടാക്കുന്ന ദുരിതം പറഞ്ഞാണ്. പമ്പ, അച്ചൻകോവിൽ, മീനച്ചിലാർ, മണിമലയാർ, മൂവാറ്റുപുഴയാർ എന്നീ 5 നദികൾ ഒഴുകി വരുന്നതാണ് കുട്ടനാട് വർഷാവർഷം വെള്ളപ്പൊക്കം ആവർത്തിക്കാൻ കാരണം. ഈ നദികളിൽ നിന്നുള്ള ഒഴുക്ക് കുറയ്ക്കുകയാണ് കുട്ടനാട്ടിൽ ആവർത്തിക്കുന്ന പ്രളയം ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം. പമ്പയിലും അച്ചൻകോവിലും മാത്രം 1000 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം വെറുതെ ഒഴുകിപ്പോകുന്നു. ഇതിൽ 634 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം തമിഴ്നാട്ടിലെ വൈപ്പാറിൽ എത്തിക്കും. ഇത് തിരുനെൽവേലി, വിരുദുനഗർ, കാമരാജ് ജില്ലകളിലെ 91,400 ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജലസേചനത്തിന് ഉപയോഗിക്കും. 9 കിലോമീറ്റർ നീളമുള്ള തുരങ്ക കനാൽ, 50.68 കിലോമീറ്റർ നീളത്തിലുള്ള ഓപ്പൺ ഗ്രാവിറ്റി കനാൽ എന്നിവ വഴിയാണ് വൈപ്പാറിന്റെ പോഷക നദിയായ അളഗർ ഓടയിലേക്ക് കേരളത്തിലെ നദികളെ ബന്ധിപ്പിക്കുക. കോഴഞ്ചേരി താലൂക്കിലെ തെക്കുതോട് വില്ലേജിലുള്ള പമ്പ നദിയിലെ പുന്നമേടാണ് 150 മീറ്റർ ഉയരമുള്ള ആദ്യ അണക്കെട്ട്. 774 മീറ്റർ നീളത്തിലാകും നിർമ്മാണം. അച്ചൻകോവിലിൽ നിന്ന് 3 കിലോമീറ്റർ മുകളിലാണ് 160 മീറ്റർ ഉയരവും 738 മീറ്റർ നീളവുമുള്ള രണ്ടാമത്തെ അണക്കെട്ട്. ഈ 2 അണക്കെട്ടുകളെ ബന്ധിപ്പിച്ച് 8 കിലോമീറ്റർ നീളത്തിൽ 5 മീറ്റർ വ്യാസമുള്ള തുരങ്കവും ഉണ്ടാകും. ഇത് കൂടാതെ അച്ചൻകോവിലാറിന്റെ കീഴ്ഭാഗത്ത് 35 മീറ്റർ ഉയരവും 216 മീറ്റർ നീളവുമുള്ള ചെറു അണക്കെട്ടും ഉണ്ടാകും. ഇതായിരിക്കും വെള്ളം കൊണ്ടുപോകാനുള്ള പമ്പിംഗ് സ്റ്റോറേജായി ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് 9 കിലോമീറ്റർ തുരങ്ക കനാൽ ആരംഭിച്ച് പശ്ചിമഘട്ടത്തിലെ ഓപ്പൺ ഗ്രാവിറ്റി കനാലിലേക്ക് ചെന്നു ചേരുന്നത്. അച്ചൻകോവിലിൽ 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനത്തിനുള്ള സംവിധാനവും ഉണ്ടാകും. ദിവസത്തിൽ 6 മണിക്കൂർ പീക്ക് അവറിൽ മാത്രമായിരിക്കും ഇവിടെ വൈദ്യുതി ഉൽപാദനം. വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം ഇതേ വെള്ളം പമ്പ് ചെയ്ത് ശേഷിക്കുന്ന 18 മണിക്കൂർ കൊണ്ട് അച്ചൻകോവിലാറിൽ തിരികെ എത്തിക്കും. ഇതുകൂടാതെ തമിഴ്നാട്ടിലേക്കുള്ള കനാൽ പാതയിലെ 50 കിലോമീറ്ററിനുള്ളിൽ ഇതേ മാതൃകയിൽ 7 പവർ ഹൗസുകൾ കൂടി ഉണ്ടാകും. പുതിയ വൈദ്യുതി പദ്ധതികൾ ഒന്നും ആരംഭിക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം. വലിയ തോതിൽ വൈദ്യുതി കമ്മി നേരിടുകയും ചെയ്യുന്നു. യൂണിറ്റിന് 10 രൂപ മുടക്കി വരെയാണ് കഴിഞ്ഞ വർഷം വൈദ്യുതി വാങ്ങേണ്ടി വന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിന് കിട്ടുന്ന അപ്രതീക്ഷിത സമ്മാനമായി അച്ചൻകോവിലെ 500 മെഗാവാട്ട് പദ്ധതിയെ കാണാൻ കഴിയുന്നു. അതും കാശ് മുടക്കില്ലാതെ. അണക്കെട്ട് നിർമ്മിക്കാൻ പ്രധാന പ്രശ്നം പാരിസ്ഥിതിക വെല്ലുവിളികളാണ്. ഇവിടെയാണ് തമിഴ്നാട് മറുചോദ്യം ഉയർത്തുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരുമ്പോഴുള്ളതിന്റെ 10-1 പ്രകൃതിനാശം പമ്പയിലും അച്ചൻകോവിലും ഇല്ല എന്നാണ് വാദം. കേരളമാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായി വാദിക്കുന്ന സംസ്ഥാനം. 2018 പ്രളയത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ച മേഖലയിലാണ് അണക്കെട്ട് വരുന്നത്. ഇത് ജനതയെ കൂടുതൽ കഷ്ടത്തിലാക്കും എന്നാണ് മറ്റൊരു വാദം. ഇതിനും മറുപടി പറയുന്നുണ്ട് സുപ്രീം കോടതി അംഗീകരിച്ച ഫീസിബിലിറ്റി റിപ്പോർട്ട്. അണക്കെട്ട് വരുന്നതോടെ കൂടുതൽ വെള്ളം ടണൽ വഴി
സുരക്ഷിതമായി വൈപ്പാറിലേക്ക് പമ്പ് ചെയ്ത് മാറ്റാം എന്നും കേരളത്തിലെ 2 നദിക്കരകളും കവിയുന്ന പ്രശ്നം ഉണ്ടാകില്ല എന്നുമാണ് വാദം. പതിറ്റാണ്ടുകളുടെ നിയമ നടപടികളും വാദപ്രതിവാദങ്ങളും കടന്നാണ് പദ്ധതി പ്രായോഗിക തലത്തിലേക്ക് ഇപ്പോൾ വരുന്നത്. നദീ സംയോജനം കേവലം പമ്പ, അച്ചൻകോവിൽ, വൈപ്പാർ സംയോജന വിഷയമല്ല. അത് ഈ മെഗാ പദ്ധതിയുടെ 4% മാത്രമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് അതിലും പ്രധാനമാണ് കാവേരി സംയോജനം. കർണാടകം കടുകിടയ്ക്ക് വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ലാത്ത പദ്ധതിയാണ് അത്. തമിഴ്നാട് ആ പദ്ധതിക്ക് വേണ്ടിയാണ് നിരന്തരം വാദിച്ചിരുന്നത്. 1994 സുപ്രീം കോടതിയിൽ എത്തിയ റിട്ട് ഹർജിയാണ് കേസുകളുടെ തുടക്കം. തുടർന്ന് 40ഓളം ഹർജികൾ എത്തി. പമ്പ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതി 10 വർഷത്തോളം വാദം കേട്ടു. തുടർന്നാണ് എല്ലാ ഹർജികളും ഒന്നിച്ചു തള്ളിയത്. അതോടെ 2002 നിയമപരമായ തടസ്സം നീങ്ങി. അന്ന് വാജ്പേയി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അവിടെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി DMKയും ആയിരുന്നു. അന്ന് നേതാവ് M കരുണാനിധി ആയിരുന്നെങ്കിൽ ഇന്ന് മകൻ MK സ്റ്റാലിൻ എന്ന വ്യത്യാസം മാത്രം. 2004 തന്നെ നദീ സംയോജന പദ്ധതിയുടെ കരട് അംഗീകരിക്കുകയും നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. പക്ഷേ തുടർന്നു വന്ന 2 മൻമോഹൻ സിംഗ് സർക്കാരുകളുടെ കാലത്തും 2 നരേന്ദ്രമോദി സർക്കാരുകളുടെ കാലത്തും അനക്കമുണ്ടായില്ല. തമിഴ്നാടും കർണാടകവും തമ്മിൽ മാത്രമല്ല, ആന്ധ്രയും തെലങ്കാനയും തമ്മിലും, മഹാരാഷ്ട്രയും ഗുജറാത്തും തമ്മിലും, ബംഗാളും അസമും ഒഡീഷയും ഝാർഖണ്ഡും ഒക്കെ തമ്മിലുമുള്ള തർക്കവും ഇതിന് വിഘാതമായി. നദീ സംയോജനം തുടക്കകാലം മുതൽ ഏറ്റവും അസാധ്യമായ വിഷയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കിയിരുന്നത്. ഹിമാലയ തടത്തിലെ നദീ സംയോജനത്തെ സംസ്ഥാനങ്ങൾ കാര്യമായി എതിർക്കാൻ വഴിയില്ല. അവിടെയെല്ലാം BJP ഭരണമോ നദീ സംയോജനത്തെ അനുകൂലിക്കുന്നവരുടെ ഭരണമോ ആണ്. എന്നാൽ പെനിൻസുലാർ ഇന്ത്യയിൽ അതല്ല സ്ഥിതി. അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊപ്പം പ്രാദേശിക രാഷ്ട്രീയവുമുണ്ട്. ലോകത്തെ ആദ്യത്തെ നദീ സംയോജനം നടന്നത് ഇന്ത്യയിലാണ്. വിക്ടോറിയ രാജ്ഞിയുടെ 3ാമത്തെ മകനും ബോംബെ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫുമായ ആർദർ രാജകുമാരനാണ് ആ പദ്ധതി നിർദ്ദേശം വച്ചത്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ 1890 കൊണാട്ട് തടാകം ഉണ്ടായത് ഈ പദ്ധതിയിലൂടെയാണ്. നടപ്പാക്കിയത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ക്യാംബെൽ തോംസണും. ഈ ക്യാംബെൽ തോംസണെയാണ് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് പൗരത്വം നൽകി സ്വീകരിച്ച് ടെന്നസ്കി നദീ സംയോജനം നടപ്പാക്കാൻ ഏൽപ്പിച്ചത്. അതേ ക്യാംബെൽ തോംസൺ ആണ് ഇന്ത്യയിൽ നടപ്പാക്കാവുന്ന നദീ സംയോജനങ്ങളുടെ പട്ടിക തയ്യാറാക്കി നൽകിയത്. ശരിക്കും 1 നൂറ്റാണ്ട് മുമ്പ് തയ്യാറാക്കിയ ആ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സാധ്യമായതുപോലെ പമ്പയും അച്ചൻകോവിലും വൈപ്പാറിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് സർ CP രാമസ്വാമി കണക്കാക്കിയത്. എന്തുകൊണ്ടെന്നാൽ സർ CPക്ക് മാത്രമല്ല, തിരുവിതാംകൂർ ജനതയ്ക്കും അന്നത്തെ തിരുനെൽവേലി സ്വന്തം ഊരായിരുന്നു. കഥയാകെ മാറിയ ഇന്ന് ഇത് നടപ്പായാൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടും വരും. ഇല്ലെങ്കിൽ രണ്ടും അനന്തമായി നീളും എന്ന് മാത്രം പറഞ്ഞ് സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.